ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇഡ്ഡലിയോ കൊഴക്കട്ട ആയിരിക്കുന്നത്. അല്ല, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ബജ്ജിയാണ്. നമ്മളിത് ഇതിനകത്ത് വെളുത്തുള്ളി, പിന്നെ എന്തായിരുന്നു ഇത് ഇഞ്ചിയുമാണ് ഇരിക്കുന്നത്. ഈ സാധനത്തിലാണ് നമ്മൾ അരച്ച് വെക്കുന്നത്. കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ കടക്കട കളിച്ച് കടക്കട നോക്കി ഇനി എന്തോലും ഇരുന്നോ. ഇത് നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചി മിക്സ് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് എടുക്കണം. നമ്മൾ ഫ്ലോറിനകത്തോട്ട് ബേസൻ ഫ്ലോർ കടലമാവ് അതിനകത്ത് എടുത്തിരുന്നോണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊന്നും വേണ്ട, ഇതിനകത്തിടണോ? നമ്മൾ ഇതെന്തോന്നാ ഈ സാധനം എന്തുവാ? കടലമാവെന്ന് പറയും. കടലമാവ്. സോ കടലമാവിലും മുളക് പൊടിയിലും നമ്മളിത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അരച്ച് സാധനം നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. മുളക് പൊടി ഇതുണ്ടോ? ഇനി ഇതെന്തോ ഫ്ലവർ അല്ലേ? ഫ്ലോർ ബേസൻ ഫ്ലവർ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലവർ എന്ന് പറയും. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഇത് കടലമാവ് മലയാളം. ഇത് മലയാളത്തിൽ കടലമാവ്. പിന്നെ നമ്മളത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്യണേ. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് മിക്സ് ചെയ്യണം. കാണിക്കാം. മിക്സ് നമുക്ക് നല്ലോണം കിടക്കിടക്കണം ചെയ്യണം. ഇപ്പം ഞാനാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. ഇച്ചിരി വെള്ളം ഒഴിക്കണം നമ്മൾ. നല്ലപോലെ ചെയ്ത് ഉണ്ടായി. അതെ, ഇതിന് മൈദാപ്പൊടി ഇച്ചിരി ഇട്ടുകൊണ്ട് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ആയിട്ട് പിന്നെ എന്താണ് കിട ഇച്ചിരി ആയിട്ടുള്ള ഇനി മിക്സ് ചെയ്യണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാവേ. വേറെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ കാണുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്? സോ നമ്മൾ ഇഡ്ഡലി വെക്കുന്ന സാധനമില്ല, അതിനകത്ത് നമ്മൾ അതിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം വേവിക്കാൻ വെക്കണം. എന്നിട്ട് ചൂടുള്ളത് എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ എടുത്ത് അതിനകത്തോട്ട് വെള്ളത്തിലോട്ടല്ല ഇരുന്ന് ഇഡ്ഡലി വെക്കുന്ന സാധനമില്ല, ഈ സാധനം അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് കോളിഫ്ലവർ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അതുപോലെ. നേരത്തെ എടുക്കാൻ പറ്റില്ല, അത് മിക്സാണല്ലേ. മിക്സ് ചെയ്യാം. ഇതിവിടെ സ്ലോ ആക്കി വീണായിരുന്നേ. എൻ്റെ വീഡിയോ ഒന്നും എടുത്തായിരുന്നു, പക്ഷെ പപ്പയുടെ ഫോണിലല്ലേ. ഞാൻ ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ കിട്ടും. സോ നല്ലപോലെ മിക്സ് ചെയ്ത് കാണിച്ചു തരാവേ.
ഇച്ചിരി പ്രൈനോസോട്ടീൻ്റെ വേണ്ട മിക്സോ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മിക്സ് ആകാൻ. ഇച്ചിരി ഒത്തിരി സമയം എടുക്കുക മിക്സ് ചെയ്യാനൊക്കെ. എത്ര മിനിറ്റ്സ് എടുക്കുമേ? 5 minutes. 5 മിനിറ്റ്സ് എടുക്കുക. അപ്പോൾ അതുവരെ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്നറിയാലോ. നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എന്തോ ചീഞ്ചട്ടി വെച്ചിട്ട് ലൈക്ക് ഇതുപോലത്തെ ചട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ ഇടാമേ? എണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടാക്കണം. എന്തുവാ ചൂടാക്കിയിട്ട് ഇത് വേണം. ചൂടാക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന സാധനം അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. സ്പൂൺ എങ്ങനെ എടുക്കും? ഇനിയിപ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നല്ലോ. സോ ഈ സാധനത്തിൽ ഈ ചട്ടിയിലോ എണ്ണയോ വല്ല ഇതുപോലത്തെ ചട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. സ്റ്റൗ ഓണാക്കിയിട്ട് ഇച്ചിരി എണ്ണ ഇടട്ടെ അമ്മ. ഇച്ചിരി മതിയോ? മുങ്ങിക്കിടക്കണേ. മമ്മി ഇങ്ങനെ വീഡിയോ എടുക്കും. സോ നമ്മളത് എണ്ണ ഇടാൻ പോയിരുന്നേ. തീ കുറയ്ക്കണം. നമ്മൾ തീ കുറയ്ക്കണേ ഇച്ചിരി. മതിയോ? ഇത്ര വേണമേ. ഇനി തീ കൂട്ടാനോ? നമുക്ക് തീ കൂട്ടാവേ. ഇപ്പോൾ ഓഫായി. ഓഫായോ? ഓഫായി ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ഈ നമ്മൾ എണ്ണ വെച്ചോണ്ടോ വെച്ച് ഗ്ലിച്ചായല്ലോ. എന്താ വെച്ച ഗ്ലിച്ചിട്ടൊക്കെ ആയല്ലോ ഇവിടെ. ഓ അമ്മയുടെ കയ്യിൽ എന്താ ആയതാ? ഇപ്പോഴും ഗ്ലിച്ചാണല്ലോ. കുഴപ്പമില്ലല്ലോ. അതെ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നല്ല ചൂടാണ്. എണ്ണ വെച്ചിട്ട് നമ്മളിത് ഈ ജിഞ്ചറും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടിയും മറ്റേ ആ സാധനത്തിൻ്റെ പേര് ഇട്ട് ഗ്രാം ഫ്ലോർ ഇട്ടിട്ട് പിന്നെ വേറെന്താ മൈദ ഇടണേ. എന്നിട്ട് മുളക് പൊടി ഇട്ടിട്ട് നമ്മളത് ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇടണേ. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. സോ നിങ്ങൾക്കിതൊക്കെ അറിയാമായിരിക്കും. ക്യാമറ ഒന്ന് ക്ലിയർ ആക്കട്ടെ. സോ ഇതുണ്ടോ എപ്പോഴാ ചെയ്യുന്നത്? ഇതൊക്കെ ഇനി ചൂടാവണം എണ്ണ. ഇച്ചിരി സമയമൊക്കെ എടുക്കും. ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാം. അപ്പം നമ്മൾ കോളിഫ്ലവർ ഇട്ട് വെച്ചേക്കുന്ന ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ചെറിയ ഓട്ടയുണ്ട്. കൂടെ ആണെങ്കിൽ നോക്കിക്കോ. കോളിഫ്ലവർ എടുത്തിട്ട് ഇങ്ങനത്തെ ഒന്നിച്ചൊരു കോളിഫ്ലവർ ഇട്ടിട്ട് എന്ത് ഇത് ഇങ്ങനെ ഇങ്ങനത്തോട്ടൊക്കെ ഇരുന്നാൽ ഞാൻ ചെയ്യാം. ഇനിയൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ എടുത്ത് വെച്ചിട്ട് ചൂടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ടതാ. നമ്മളിത് ഇങ്ങനെ ചെറുതാക്കണേ. ഇതുകൊണ്ട് ഇത് ഒരെണ്ണമാക്കണേ. ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട്. ചൂടല്ലേ? ഭയങ്കര ചൂടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്താ ഇങ്ങനെ നോക്കി നന്നാക്കെ തുറക്കുന്നുണ്ട് ഇവിടെ. ഇത് നമുക്കൊക്കെ സെറ്റപ്പ് ചെയ്യാം. എന്ത് ഇല്ല നമുക്ക് സെറ്റ് ആക്കാവേ. ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാതെ നമ്മൾ
ഇത് ക്യാബേജ് ആക്ച്വലി കോളിഫ്ലവർ. കോളിഫ്ലവർ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇനി അത് മുക്കിയിട്ട് ഡിപ്പ് ചെയ്ത് എണ്ണയ്ക്കകത്തൊക്കെ ഡിപ്പ് ചെയ്യണം. ഞാൻ ചെയ്യാം. ഇനി നമ്മളിത് ഇതിങ്ങനെ ഡിപ്പ് ചെയ്യണം, ഇങ്ങനെ മുക്കണമേ ഈ സാധനത്തിൽ. ഇത് നേരത്തെ കണ്ടില്ല മറ്റേ പൊടിയൊക്കെ അരച്ച് വെച്ചേക്കുന്ന സാധനത്തിലോട്ട് ഇങ്ങനെ ചെയ്തോ. ഇതും ചെയ്യുമോ? ഇപ്പം കാണിച്ചു തരാമേ. കാണുന്നുണ്ടോ? ഞാൻ ഇടാം. എണ്ണ പെതുക്കെ ഇടണം, അല്ലെങ്കിൽ തെറിക്കട്ടെ. പെതുക്കെ ഇടണം, അല്ലെങ്കിൽ തിറക്കി. ഞാൻ ഇടട്ടെ. പെതുക്കെ അങ്ങനെ പറ്റുവേ. ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യാം. ഇനി കോളിഫ്ലവർ വെക്കുന്നില്ലത്. ഇനി നമ്മളിത് ഇങ്ങനെ വെക്കുവേ. പതൊക്കെ വന്നോ നിങ്ങൾ? ഇത്രയും കോളിഫ്ലവർ ഇടാൻ പറ്റത്തുള്ള അപ്പോൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോളിഫ്ലവറാണ്. ഇനിയും കോളിഫ്ലവർ ബാക്കിയുണ്ട്, കാണുന്നില്ലേ? കോളിഫ്ലവർ ബാക്കിയുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ടൈമിനകത്തോട്ടോ നമുക്കിത് ഇത് മറ്റേ പറഞ്ഞ കോളിഫ്ലവർ വേസ്റ്റ് അല്ല, നമുക്ക് എടുക്കാൻ പറ്റും. വെള്ളമൊക്കെ ഉണ്ടായിരിക്കുവേ. കാരണം അത് കൈകി എടുക്കണ്ട കോളിഫ്ലവർ. വെള്ളം അപ്പോഴത്തേക്കിനും വീണല്ലോ. അതെ ഇടാവേ. പ്രൈവസ് വെച്ചത് കൂടുതൽ ഓക്കെ അല്ലേ? പ്രൈവസ് എടുത്തിട്ട് പീസ് ആക്കിയിട്ട് റെഡി ആയല്ലോ. ഇപ്പം മറ്റേ കോളിഫ്ലവർ ഇട്ടിപ്പോൾ ഇപ്പം നല്ലപോലെ വെന്ത് കാണുവേ. പിന്നെ തിരിച്ചിടണോ എല്ലാം കേട്ടോ. ഇങ്ങനെ ഞാൻ തിരിച്ചിടണം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഈ സൈഡൊന്നും ആ സൈഡൊന്നും വെന്തിട്ടില്ലായിരിക്കുവേ. ഇപ്പോൾ നമുക്കത് എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ അത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇളക്കിയൊക്കെ കൊടുക്കാവേ. എന്നാൽ ഈ തവ ഒന്ന് കാണിച്ചാൽ നമുക്ക് ഇതുപോലത്തെ വല്ല തവയുണ്ട് യൂസ് ചെയ്യണേ. ഇങ്ങനെ ഡോട്ടോട്ടുള്ള അപ്പം എണ്ണയൊക്കെ പോകില്ല, അല്ലെങ്കിൽ എണ്ണ തങ്ങിക്കും അല്ലേ. നല്ലതൊന്നും കൊടുക്കുമോ? ഐസ്ക്രീം എടുത്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ക്യാബേജ് കൂടി ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ ചെറിയ ചെയ്യുമ്പോൾ ഇച്ചിരി വെന്തൊക്കെ കാണുവേ. വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് പ്ലേറ്റ് എടുത്തിട്ട് ഇതാ പറഞ്ഞ് ഇതുപോലത്തെ സ്പൂൺ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇതാ ഇങ്ങനെ ഇട്ട് പണക്കൊന്നും ഇങ്ങനെ പറഞ്ഞ് ഇട്ട് കൊടുക്കാവേ. ലൈറ്റ് ഇട്ടാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ടാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മളത് കോളിഫ്ലവർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് ഇടാൻ പോകുന്നത്. ഓ ഉണ്ടോ? അങ്ങനെ ഇരിക്കും. ചെറുതായൊക്കെ പോയിട്ടുണ്ട്. ഇടാം വേണ്ട, ഇച്ചിരി ഇടാൻ പറ്റത്തുള്ള. അപ്പം ഞാൻ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി വീണ്ടും ചെയ്യണേ. ലൈറ്റും ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് തീ പിടിക്കാതിരിക്കാണ്.
ഇതെങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? ഇത് വെറുതെ ഇട്ടിടുന്നതാണോ എനിക്ക് വേണ്ടിയാണോ? പിന്നെ നമ്മൾ ഇച്ചിരി കോളിഫ്ലവർ നമുക്ക് ഇച്ചിരി സോസും എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവേ. സോസ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാം, ഇപ്പോൾ ഇല്ല നിങ്ങളുടെ ഇഷ്ടം. എടുത്തിട്ട് ഇതിട്ട് കഴിക്കണേ. സോസ് ആയിരിക്കും ഇച്ചിരി നല്ല, അല്ലെങ്കിൽ പച്ചയായിട്ട് കഴിക്കാം. എന്തെങ്കിലും വെച്ച് കഴിക്കാവേ, കുഴപ്പമില്ല. ഇതാ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എനിക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് ഇങ്ങനെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് എന്താ ഈ കയ്യിൽ വയ്ക്കണം. ഇനി നമുക്കിത് വീണ്ടും ഇളക്കണേ. ഈ മസാല തീരുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഫോർ ഫണ്ണേ. ഇളക്കി ഇളക്കി ഇങ്ങനെ ഈ പദത്തിലേക്ക് ചിക്കൻ പോലെ ഉണ്ടാവും. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൈ കഴുകാൻ പോവാണ്. രണ്ട് കൈ കഴുകാം, ഈ ഇല്ലല്ലോ. കൈ കഴുകാൻ നമ്മൾ കഴിക്കുന്നത് നമ്മളത് ഇതിപ്പോൾ കൊണ്ടുപോകാം. നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടോ? ലൈറ്റ് ഒക്കെ ഉണ്ടേ. ഇവിടുത്തെ ബട്ടൺ തിന്നിട്ട് ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. ഇതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നല്ലതാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. സോസ് എടുത്തുകൊണ്ട് വരാവേ. ആ സോസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവിടെ പോയി എടുക്കണമെങ്കിൽ ഇത് മണ്ടൊക്കെ വയ്ക്കണം. വേണ്ട, മൊത്തം എന്താടാ വെള്ളമൊക്കെ വരുന്നത്. ഒത്തിരി സോസ് വെച്ച് വെച്ചേക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കോളിഫ്ലവർ ബജ്ജി എടുത്തിട്ട് തിന്നണോ? പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര ടേസ്റ്റാണ് ഇത്. മോനെ സ്പീക്കർ വേണം, ഉദാഹരണം എല്ലാവരും വീട്ടിൽ കഴിച്ചു നോക്കണം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കുക്കിങ്ങിൻ്റെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണോ വേണമെന്ന്. ഇതെടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കിയോണ്ടല്ല പറയുന്നത്, നല്ല ടേസ്റ്റുണ്ട്. മോനെ ചേച്ചിക്കും ചാച്ചുവിനൊന്നും കൊടുക്കണ്ട. ഉണ്ട് ഈ പിടിയാണുണ്ടോ, ഈ പടി എനിക്ക് ഇഷ്ടപ്പെടാത്ത പിടി, എനിക്ക് ഇഷ്ടപ്പെടാത്ത. നമ്മൾ സോസ് വെച്ച് കഴിച്ചില്ല, സോസ് ഇല്ലാതെ ട്രൈ ചെയ്തില്ല. നമുക്ക് സോസ് ഇല്ലാതെ ട്രൈ ചെയ്യുന്നത് ഇഷ്ടമല്ല. സോസ് ഇല്ലാതെ ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ല.
സോസ് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വലുതാണ്ടപ്പോൾ ക്യാബേജ് ആണ് വിചാരിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒരു പീസ് എടുത്ത് മുക്കിയിട്ട് അതെ ചുറ്റുകാല പോലുണ്ട്. അപ്പോൾ നല്ല സാധനമാണ്, എല്ലാവരും വീട്ടിൽ നോക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.